പുറത്താക്കൽ പ്രസ്ഥാനമായിരുന്നു ഈ മനുവാദി പ്രസ്ഥാനം എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ മനുഷ്യരെ, മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ പുറത്ത് നിർത്താം എന്നുള്ള ഒരു ആലോചനയാണ്. അതുവഴി അധികാരം, എല്ലാ തരത്തിലുള്ള ആത്മീയവും ഭൗതികവും സാംസ്കാരികമായിട്ടുള്ള അധികാരം കുറച്ച് പേരിൽ അത് അധിഷ്ഠിതമാക്കുക എന്ന് പറയുന്ന പ്രവർത്തന തത്വമാണ് അതിലുണ്ടായിരുന്നത്. നവോത്ഥാനം പ്രധാനമായിട്ട് നേരിട്ടിരുന്നത് കേരളത്തിലാവട്ടെ പൊതുവെ ഇന്ത്യയിലാവട്ടെ അത് മനുവാദി ബ്രാഹ്മണിസത്തെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മനുവാദി ബ്രാഹ്മണിസം എന്ന് പറയുന്നത് അത് ഒരു തരത്തിൽ അത് പുറത്താക്കുന്ന, അല്ലെങ്കിൽ അത് ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു എന്നറിയാം. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാണ് ഏറ്റവും ശുദ്ധി ഉള്ള ആളുകൾ, അല്ലെങ്കിൽ സവർണതയാണ് ഒരു ശുദ്ധിയുടെ മണ്ഡലം. അതിന് പുറത്തുള്ള എല്ലാ ആശയങ്ങളും എല്ലാ മനുഷ്യരും അതിന് പുറത്താണ് എന്നുള്ളതാണ്. ഈ പുറത്താണെന്ന് പറയുമ്പോൾ അത് ഭൗതികമായും പുറത്തു നിർത്തിയിരുന്നു, മറ്റു തരത്തിലും താത്വികമായും അല്ലെങ്കിൽ ഇൻ്റലക്ച്വലായിട്ടും അതിനൊക്കെ പുറത്തു നിർത്തിയിരുന്നു. ഒരാൾക്ക് ബ്രാഹ്മണരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ പുറത്താക്കൽ പ്രസ്ഥാനമായിരുന്നു ഈ മനുവാദി പ്രസ്ഥാനം എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ മനുഷ്യരെ, മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ പുറത്ത് നിർത്താം എന്നുള്ള ഒരു ആലോചനയാണ്. അതുവഴി അധികാരം, എല്ലാ തരത്തിലുള്ള ആത്മീയവും ഭൗതികവും സാംസ്കാരികമായിട്ടുള്ള അധികാരം കുറച്ച് പേരിൽ അത് അധിഷ്ഠിതമാക്കുക എന്ന് പറയുന്ന പ്രവർത്തന തത്വമാണ് അതിലുണ്ടായിരുന്നത്.